ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഭവൻ വ്ളോഗ്സ്. ഇന്നൊരു സ്വീറ്റ് ഐറ്റം കേട്ടോ. എന്താണെന്ന് പറയാൻ പറ്റുമോ? കണ്ടിട്ട് എന്നെ തോന്നുന്നു ഒരു ഹൽവ ടൈപ്പ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഞാനൊരു ഹൽവയാണ് പരീക്ഷിച്ചത്. അത് നമ്മുടെ ഈ പഴം, അതായത് ഇപ്പോൾ റോബസ്റ്റ പഴമൊക്കെ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് കറുത്തു പോയില്ലേ. അപ്പോൾ ഏത് പഴമാണേലും, ഏത്തയ്ക്ക അത്ര വരില്ല, ബാക്കി എല്ലാ പഴം കൊണ്ട് നമുക്ക് പരീക്ഷിക്കാം. ഞാനിവിടെ റോബസ്റ്റയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ പഴുത്തങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് കട്ടാക്കി, നൈസൊന്നും ആക്കണ്ട. അത് ഓൾറെഡി ഭയങ്കര സ്മൂത്തായി. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് ഒരു കത്തിയും വെച്ച് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് അത്രയും മതിയാവും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 4-5 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിരിക്കണം കേട്ടോ. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കുറച്ച് നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മാക്സിമം മതിയാവും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ, ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് കട്ടിയുള്ളത് വേണേ. എന്നിട്ട് അതിനകത്തേക്ക് ഈ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് പിന്നെ അതിനകത്തേക്ക് ഞാനൊരു ചെറിയൊരു കട്ടിയാവാൻ വേണ്ടി, ഇത് ഗോതമ്പ് പൊടിയാണ്, അത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നല്ലപോലെ കുറച്ചും കൂടെ സ്റ്റിഫായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം, അതായത് നമുക്കിങ്ങനെ പീസാക്കി കട്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ കുറച്ചൊരു ഇത്, അല്ലെങ്കിൽ കുറേ നേരം ഇളക്കേണ്ടി വരും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. നമുക്കത് വേണ്ട പരുവത്തിന് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ തീ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിത് ഫുൾ ടൈം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. കുറച്ച് സമയം പോലും കൂട്ടിയൊന്നും വെച്ചില്ല. പിന്നെ ഇവിടെ ഈ റോബസ്റ്റ് നല്ലപോലെ പഴുത്താണ്. അപ്പോൾ നല്ലപോലെ മധുരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഴത്തിന് നല്ല മധുരമാണെങ്കിൽ മധുരം ചേർക്കുകയോ വേണ്ട. എങ്കിലും ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം, 1 ടീസ്പൂൺ മതിയാവും, 1 ടീസ്പൂൺ മിച്ചം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. ഇത് ഇളക്കലാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഇളക്കി കുറേ നേരം ഇളക്കേണ്ടി വരും. അപ്പോൾ അത് ഈ അടിയിലൊക്കെ ഇങ്ങനെ പിടിക്കും. ഇപ്പോൾ ഈ കുമ്പളയൊക്കെ വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്നാലും ഇങ്ങനെ ആ സൈഡൊക്കെ ഒന്ന് ചേർത്ത് നടുക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ ഫുള്ളിങ്ങനെ ചുറ്റിച്ച് നടുവേ കൂടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇത് തിക്കായിക്കൊണ്ടേ ഉണ്ട്. ഇങ്ങനെ തിക്കാവുന്നുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു സാധനം ഇങ്ങനെ തിക്കാവുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ആ കുമ്പള ഇങ്ങനെ ടാപ്പ് എന്ന് പറഞ്ഞ് പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, അത് കട്ടാക്കാതെയോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നല്ലപോലെ ഇളക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും തന്നെ ആദ്യം ഒഴിച്ച് ഇത്രയും നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ, ഒരു 2 ടീസ്പൂൺ. അതിൽ കൂടുതലൊന്നും ഒഴിക്കുന്നില്ല. അത്രയും മതിയെന്ന് വിചാരിച്ചു, ഒത്തിരി നെയ്യ് വേണ്ടാന്ന്. പിന്നെ പഞ്ചസാര ആണെങ്കിലും കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ മതി. നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അതായത് നമുക്ക് ആ പാത്രം കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ആ ഇളക്കുന്ന തവിയുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ സ്റ്റിഫാവുന്ന രീതിയിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു മിക്സ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുള്ളായിട്ടുള്ളൊരു ഡെക്കറേഷനൊക്കെ ആയിട്ട് കുറച്ച് രസമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കാഷ്യൂനട്ട് ഇടുമ്പോൾ ഇനിയും ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് പിന്നെയും കുറുകിയിട്ടുണ്ട്. നമുക്ക് കണ്ടോ, അത് തവയും തന്നെ കുറച്ച് താഴെ വീഴാൻ തന്നെ കുറച്ച് കഷ്ടമായി. അപ്പോൾ കുറച്ചും കൂടെ തിക്കായി എന്നർത്ഥം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കുറച്ചും കൂടെ ഇളക്കി എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ, ഏത് പാത്രത്തിലാണെങ്കിലും കുഴപ്പമില്ല, ഒരു സ്ക്വയറൊക്കെ ആണെങ്കിൽ ഇനി നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യോ അതൊന്ന് തേച്ച് കൊടുക്കുക. ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയാണ്. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ റോബസ്റ്റ ഹൽവ കേട്ടോ പേരിട്ടു. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഇത് കുറച്ച് നേരം തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് കട്ടാക്കി എടുക്കാം എന്നൊക്കെയുള്ളൊരു മോഹം കൊണ്ട് കട്ടാക്കാൻ നോക്കി. കട്ടൊക്കെ ആയി കേട്ടോ. പക്ഷേ കട്ടാക്കിയിട്ട് എടുത്തപ്പോഴത്തേക്കും
നോക്കിക്കോ. കണ്ട, അതങ്ങനെ ഒട്ടിപ്പിടിച്ച് ആ സ്പൂണിൽ പോന്നു. അപ്പോൾ പ്ലാൻ എ മാറ്റി പ്ലാൻ ബി ആയി. കുഴപ്പമില്ല, നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാം എന്നെ പറയുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ പറയുന്നത് ഏത്തക്ക പഴക്കല്ലയൊക്കെ കിട്ടുമ്പോഴേ കുറേയൊക്കെ ലാസ്റ്റ് മിച്ചം വരില്ലേ, അന്നേരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, കുറച്ചേരം ഇളക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.